നമസ്കാരം. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചെറിയ അവസ്ഥകൾ പോലും അവഗണിക്കരുത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അസുഖമാണ് മൾട്ടിപ്പിൾ മൈലോമ. നടുവേദന, ക്ഷീണം എന്നീ ലക്ഷണങ്ങളോടെ വേഷം മാറിയെത്തുന്ന ഈ മൈലോമയെ എങ്ങനെ തിരിച്ചറിയാം? ആലുവ രാജഗിരി ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ നിഖിൽ എം കുമാർ നമുക്കൊപ്പമുണ്ട്. സ്വാഗതം ഡോക്ടർ. ഈ മൈലോമ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, ഇതൊരു ബ്ലഡ് ക്യാൻസർ ആണോ അതോ അസ്ഥികളെ ബാധിക്കുന്ന ഒരു ക്യാൻസർ ആണോ എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് മൈലോമ? മൾട്ടിപ്പിൾ മൈലോമ ഒരു രക്താർബുദമാണ്. നമ്മുടെ എല്ലുകളുടെ മജ്ജയിലെ പ്ലാസ്മ സെൽ എന്ന് പറയുന്ന രക്തകോശങ്ങൾ അമിതമായി കൂടുന്ന ഒരു അസുഖമാണിത്. പ്ലാസ്മ സെൽ എല്ലുകളിൽ കൂടുമ്പോൾ ഇത് എല്ലുകളെ അകത്തു നിന്ന് കാർന്നു തിന്നുകയും എല്ലുകൾ പെട്ടെന്ന് ഒടിയാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതൊരു ബോൺ ക്യാൻസർ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇത് തീർച്ചയായും ഒരു ബ്ലഡ് ക്യാൻസർ അഥവാ രക്താർബുദമാണ്. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ലുക്കീമിയയിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണ് മൈലോമ? വളരെ നല്ല ചോദ്യം. ലുക്കീമിയ നമ്മുടെ ബ്ലഡിൽ ഒഴുകുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ വെള്ള രക്താണുക്കളുടെ അളവ് കൂടുകയും അതിൻ്റെ ക്യാൻസറുമാണ്. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന അസുഖം നമ്മുടെ എല്ലിൻ്റെ മജ്ജയിൽ മാത്രം തങ്ങി നിൽക്കുന്ന പ്ലാസ്മ സെല്ലുകൾ കൂടുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ലുക്കീമിയ എന്ന് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ ക്യാൻസറും പ്ലാസ്മ സെൽ അഥവാ എല്ലിൻ്റെ മജ്ജയിലുള്ള സെല്ലുകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാൻസറുമാണ് മൾട്ടിപ്പിൾ മൈലോമ. അതാണ് പ്രധാന വ്യത്യാസം. ഈ നടുവേദന അല്ലെങ്കിൽ ക്ഷീണം, ഇതൊക്കെ സാധാരണ ലക്ഷണങ്ങളായിട്ട് നമ്മൾ അവഗണിച്ച് പോകാറാണ് പതിവ്. എപ്പോഴാണ് ഈ ലക്ഷണങ്ങളൊക്കെ കുറച്ച് ഗൗരവത്തോടെ കാണേണ്ടത്? നടുവേദന, ക്ഷീണം ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ്. എന്നാൽ നടുവേദന വിട്ടുമാറാതെ ആഴ്ചകളോളം നിൽക്കുകയും നമ്മൾ വിശ്രമിക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും നമ്മളെ അലട്ടുന്ന രീതിയിൽ നടുവേദന കൂടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതൊരു മസിൽ പെയിൻ ആണെന്ന് വെച്ച് അവഗണിക്കരുത്. ഇതെല്ലാം തന്നെ മൈലോമ പോലെയുള്ള ക്യാൻസറുകളുടെ ലക്ഷണങ്ങളാണ്. അതുപോലെ അമിതമായ ക്ഷീണം, വിളർച്ച, മൂത്രത്തിൽ പത കാണുക, കാലിൽ നീര്, ഇതെല്ലാം തന്നെ ഈ അസുഖത്തിൻ്റെ വേറെ ലക്ഷണങ്ങൾ ആവാം. ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം ചികിത്സിക്കാതെ തീർച്ചയായിട്ടും ഒരു ഹെമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. സാധാരണയായിട്ട് ഒരു ക്യാൻസർ മറ്റ് അവയവങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കാൻ വളരെ പ്രയാസമാണ് എന്നുള്ള ധാരണയാണ് പൊതുവായിട്ടുള്ളത്. മൈലോമയുടെ കാര്യം വരുമ്പോൾ അതിപ്പോൾ വൃക്കകളിലേക്ക് പകരുക അല്ലെങ്കിൽ അസ്ഥിയിലേക്ക് പകരുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര കണ്ട് ചികിത്സിച്ചാൽ ഭേദമാകുന്ന ഒരവസ്ഥയാണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അസ്ഥികളിലേക്കും വൃക്കകളിലേക്കും ബാധിച്ചു കഴിഞ്ഞാൽ ഈ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല അഥവാ ഇത് ലാസ്റ്റ് സ്റ്റേജിലാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. ലങ്സിൻ്റെയോ കുടലുകളുടെയോ ക്യാൻസർ ബ്രെയിനിലേക്കും അസ്ഥികളിലേക്കും പടർന്നാൽ അത് സ്റ്റേജ് 4 അഥവാ ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ മൈലോമയുടെ കാര്യത്തിൽ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെയല്ല. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന അസുഖം നമ്മുടെ അസ്ഥികൾക്കുള്ളിലെ പ്ലാസ്മ സെല്ലുകൾ കൂടുകയും അവ ചില മോശമായ പ്രോട്ടീനുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ്. ഈ പ്രോട്ടീനുകൾ പ്രധാനമായും നമ്മുടെ അസ്ഥിയെയും വൃക്കകളെയും ആണ് ബാധിക്കാറ്. പക്ഷേ എന്നിരുന്നാലും ഈ അസുഖത്തിൽ വൃക്കകളും അസ്ഥികളും ബാധിച്ചു കഴിഞ്ഞാലും ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു ഭൂരിഭാഗം പേഷ്യൻസിനെയും നമുക്ക് നോർമലാക്കാൻ കഴിയും. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമ്മൾ കണ്ട 2 പേഷ്യൻസിൻ്റെ കഥയാണ്. 56 വയസ്സുള്ള ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നിരുന്നു. ഡയാലിസിസ് വേണ്ട തരത്തിൽ വൃക്കകൾ ബാധിച്ചാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നിരുന്നത്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ. ആൻഡ് കിഡ്നി ബയോപ്സിയിൽ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ അസുഖം തെളിഞ്ഞു. നമ്മൾ മൈലോമയുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 1.5 മാസം കഴിയുമ്പോഴത്തേക്കും പേഷ്യൻ്റ് വൃക്കകൾ പൂർണ്ണമായും നോർമൽ ആവുകയും ഡയാലിസിസിൻ്റെ ആവശ്യം പരിപൂർണമായും മാറുകയും ചെയ്തു. അതുപോലെ തന്നെ വേറൊരു പേഷ്യൻ്റ്, 60 വയസ്സുള്ളൊരു പേഷ്യൻ്റ്, നമ്മുടെ കിടക്കയിൽ നിന്നും എണീക്കാൻ പറ്റാത്ത വിധം നടുവേദനയും മേലുവേദനയുമായിട്ട് വന്നിരുന്നു. പേഷ്യൻ്റ് ലിറ്ററലി ബെഡ് റിഡൺ ആയിരുന്നു. അതായത് ഒരു 1.5 മാസമായിട്ട് അനങ്ങാൻ പോലും പറ്റാത്ത അത്ര അസഹനീയമായ വേദന. ആ പേഷ്യൻറ്റിനും നമ്മൾ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ അസുഖമാണ് സ്ഥിരീകരിച്ചത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 2 മാസത്തിനുള്ളിൽ പേഷ്യൻ്റ് നമ്മുടെ OPയിലേക്ക് നടന്നു വരികയായിരുന്നു. ഞാൻ ഈ 2 ഉദാഹരണങ്ങൾ പറയുന്നതിൻ്റെ കാരണം വൃക്കകളെ ബാധിച്ചാലും അസ്ഥികളെ ബാധിച്ചാലും മൾട്ടിപ്പിൾ മൈലോമ ലാസ്റ്റ് സ്റ്റേജ് അഥവാ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു സ്റ്റേജിലല്ല. ഇത് പലപ്പോഴും ആ അസുഖത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ തന്നെ ആവാം. നമ്മൾ ഫലപ്രദമായി കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്താൽ പല പേഷ്യൻസിൻ്റെയും വൃക്കകൾ പൂർണ്ണമായും നോർമൽ ആവുകയും അസ്ഥികളിലെ ബലം നമുക്ക് വീണ്ടും നൽകാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് ഈ അസുഖത്തിനെ ഭയക്കേണ്ടതില്ല. 2026-ൽ നമ്മുടെ അത്യാധുനിക ചികിത്സകളുള്ള ഒരു അസുഖമാണ് മൾട്ടിപ്പിൾ മൈലോമ. പക്ഷേ നമ്മൾ സമയത്തിന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
ഡോക്ടർ നേരത്തെ പറഞ്ഞു ഈ രോഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു. സാധാരണയുള്ള ഏതെങ്കിലും ചെറിയ ബ്ലഡ് ടെസ്റ്റുകളിലൂടെ ഈ രോഗം കണ്ടുപിടിക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ ഇതിന് സവിശേഷമായിട്ട് എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ അവൈലബിൾ ആണോ? നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നിവയിൽ മൈലോമ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ സൂചന നമുക്ക് ലഭിക്കാറുണ്ട്. ബ്ലഡിൽ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറയുക, കാൽഷ്യത്തിൻ്റെ അളവ് കൂടുക, ബ്ലഡിലെ പ്രോട്ടീൻ്റെ അളവ് കൂടുക, വൃക്കകളുടെ ടെസ്റ്റായ ക്രിയാറ്റിനിനിൽ അപാകത കാണുക, നമ്മൾ മൂത്രത്തിൻ്റെ ടെസ്റ്റിൽ പ്രോട്ടീൻ കൂടുതൽ മൂത്രത്തിൽ പോകുന്നത് കാണാറുണ്ട്. ഇതെല്ലാം മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന അസുഖത്തിനെ സൂചിക്കുന്ന ടെസ്റ്റുകളാണ്. ഇത് കൺഫേം ചെയ്യാനായി നമ്മൾ ആദ്യമായി ബ്ലഡിൽ പ്രോട്ടീൻ്റെ അളവുകൾ അടക്കുന്ന ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ഉണ്ട്. പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് അഥവാ SPEP, സീറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ടെസ്റ്റിൽ നമ്മൾ മൈലോമ പ്രോട്ടീൻസ് ബ്ലഡിലുണ്ടോ എന്ന് നോക്കാറുണ്ട്. ഈ ടെസ്റ്റുകളിൽ മൈലോമ ഉണ്ടെന്ന് നമുക്ക് സംശയം തോന്നിയാൽ ഇത് സ്ഥിരീകരിക്കാനായിട്ട് നമ്മൾ ബോൺ മാരോ ടെസ്റ്റ് അഥവാ മജ്ജകുത്തി പരിശോധനയാണ് ചെയ്യാറ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൈലോമ അസ്ഥികളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് അസ്ഥിയിൽ എവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, നമ്മുടെ മജ്ജയിൽ നിന്നും അസ്ഥിയിലേക്ക് ഇത് പടർന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ സ്കാനുകൾ ചെയ്യാറുണ്ട്. PET-CT സ്കാൻ അഥവാ ഹോൾ ബോഡി MRI ഇതിനു വേണ്ടി ചെയ്യുന്നതാണ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മൈലോമയുണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബോൺ മാരോ ടെസ്റ്റ് അഥവാ മജ്ജകുത്തി പരിശോധനയുടെ ആവശ്യമുണ്ട്. സാറ് പറഞ്ഞു ബോൺ മാരോ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പലരും ആശങ്കപ്പെടുന്നതാണ്. അത്ര കണ്ട് ഭീകരമാണോ ഈ ബോൺ മാരോ ടെസ്റ്റ്? പല പേഷ്യൻസിനും ക്യാൻസറിനേക്കാളും കൂടുതൽ പേടി ബോൺ മാരോ ടെസ്റ്റ് ചെയ്യാനാണ്. പറഞ്ഞതുപോലെ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇത് ഒട്ടും തന്നെ പേടിക്കേണ്ട ടെസ്റ്റ് അല്ല എന്ന് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ OPDയിൽ അഥവാ OPDയിൽ ഡേ കെയറിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ മാത്രമാണ് ഈ ബോൺ മാരോ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. നമ്മുടെ ഇടുപ്പിൽ തരിപ്പിക്കാൻ അഥവാ ലോക്കൽ അനസ്തീസിയ ഉള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് മജ്ജയിൽ നിന്നും എടുക്കുന്ന ചെറിയൊരു സാമ്പിൾ മാത്രമാണ് നമ്മൾ ടെസ്റ്റിൽ അയക്കുന്നത്. രാജഗിരി പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് സെൻറ്ററുകളിൽ നമ്മൾ ലോക്കൽ അനസ്തീസിയയും വേണ്ടി വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ അല്പം മയക്കാനായിട്ടുള്ള ഷോർട്ട് സെഡേഷൻ അഥവാ ഒരു ഷോർട്ട് അനസ്തീസിയ കൊടുത്തിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യാറുള്ളത്. മൈലോമ അഥവാ ബ്ലഡ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റ് വളരെയധികം പ്രധാനമാണ്. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന അസുഖം സ്ഥിരീകരിക്കാൻ മാത്രമല്ല നമുക്ക് ബോൺ മാരോ ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ മൈലോമയിൽ തന്നെ ഹൈ റിസ്ക് അസുഖമാണോ, സ്റ്റാൻഡേർഡ് റിസ്ക് അസുഖമാണോ, അതായത് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ വളരെ മോശമായ അസുഖമാണോ നല്ല അസുഖമാണോ എന്ന് കണ്ടുപിടിക്കാനും പല ജനറ്റിക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ജനറ്റിക് ടെസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ബോൺ മാരോയിൽ നിന്ന് വേണം അയക്കാൻ. അപ്പോൾ മജ്ജകുത്തി പരിശോധന പ്രധാനമായും മൾട്ടിപ്പിൾ മൈലോമയിൽ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഒന്ന്, അസുഖം സ്ഥിരീകരിക്കാൻ, 2, അസുഖത്തിൻ്റെ ജനതിക സ്വഭാവം മനസ്സിലാക്കാനും കൂടി ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സാർ, സാധാരണഗതിയിൽ ഇത് പ്രായമുള്ള ആളുകളിലാണോ ഈ മൈലോമ കാണപ്പെടുന്നത്, അതോ യുവാക്കൾ എത്ര കണ്ട് ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്? മറ്റൊരു കാര്യം, കുടുംബ പാരമ്പര്യം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണോ ഈ അസുഖത്തിൽ? മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ അസുഖം 60 വയസ്സിന് മുകളിലുള്ള പേഷ്യൻസിലാണ് നമ്മൾ സാധാരണ കാണാറ്. എന്നിരുന്നാലും സാം നേരത്തെ ചോദിച്ചതുപോലെ മൾട്ടിപ്പിൾ മൈലോമ പാരമ്പര്യമായി വരുന്ന ഒരു അസുഖമല്ല. നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള ജനറ്റിക് മ്യൂട്ടേഷനുകൾ അഥവാ സെല്ലിലുണ്ടാകുന്ന അപാകതകൾ കാരണം വരുന്ന ഒരു അസുഖമാണ്. ആൻഡ് പ്രായം കൂടുന്തോറും ഈ മ്യൂട്ടേഷനുകളുടെ അളവ് ശരീരത്തിൽ കൂടാനുള്ള സാധ്യതയും മൾട്ടിപ്പിൾ മൈലോമയും അതുപോലെയുള്ള പലതരത്തിലുള്ള ബ്ലഡ് ക്യാൻസറും ഇതുകൊണ്ടാണ് പ്രായം കൂടുതൽ ഉള്ളവരിൽ നമ്മൾ സാധാരണമായി കണ്ടുവരാറുള്ളത്. മാർച്ച് മാസം മൾട്ടിപ്പിൾ മൈലോമ അവയർനെസ് മാസമാണ്. എയിംസിലുള്ള എൻ്റെ പഠനകാലത്തും അത് കഴിഞ്ഞ് കേരളത്തിലുള്ള പ്രാക്ടീസിലും 100 കണക്കിന് മൈലോമ രോഗികളെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ദുർഭാഗ്യവശാൽ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ അസുഖത്തിനെക്കുറിച്ചും ഉള്ള അവയർനെസ് വളരെ കുറവാണ്. പലപ്പോഴും നടുവേദന, ക്ഷീണം, വൃക്കകളുടെ പ്രശ്നങ്ങൾ ഇതെല്ലാമായി പേഷ്യൻ്റ് ഹെമറ്റോളജിസ്റ്റിൻ്റെ അടുത്തല്ല വരാം. നടുവേദനയായിട്ട് എല്ലുകളുടെ ഡോക്ടറിൻ്റെ അടുത്ത് പോകാറുണ്ട്. വൃക്കകളുടെ അസുഖം കാരണം കിഡ്നിയുടെ ഡോക്ടറിനെ കാണിക്കാറുണ്ട്. ക്ഷീണം കാരണം മെഡിസിൻ ഡോക്ടറെയോ വീട്ടിനടുത്തുള്ള ജനറൽ പ്രാക്ടീഷണറെയോ കാണാറുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും കൂടെ കൂട്ടി വായിച്ചാൽ മാത്രമേ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ അസുഖമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ 50-60 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മരുന്നുകൾ കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രായത്തിൻ്റേതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഈ സിംറ്റംസിനെ അവഗണിക്കരുത്. മൾട്ടിപ്പിൾ മൈലോമ അഥവാ വേറെ ബ്ലഡ് ക്യാൻസറുകളുടെ ആദ്യ ലക്ഷണങ്ങളാവാം. അതിന് പരിപൂർണമായും നമുക്ക് ടെസ്റ്റ് ചെയ്ത് രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് നമ്മുടെ അവൈലബിൾ ആണ്. രാജഗിരി ഹോസ്പിറ്റലിൽ
മൈലോമയുടെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, കീമോതെറപ്പി അല്ലാതെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, ടാർഗറ്റഡ് ഇമ്മ്യൂണോതെറപ്പികൾ ആൻഡ് അത്യാധുനിക കാർട്ടി സെൽ ട്രീറ്റ്മെൻറ്റ് എന്നിവയെല്ലാം ഈ അസുഖത്തിന് ഇന്ന് ലഭ്യമാണ്. ആൻഡ് ഈ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് വളരെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പേഷ്യൻസിനെ പരിപൂർണമായും രോഗവിമുക്തനാക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറുമുണ്ട്. പക്ഷേ ഈ അസുഖം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഏറ്റവും മുഖ്യം. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും അത് കണ്ടു കഴിഞ്ഞാൽ മസിൽ വേദന അഥവാ പ്രായ സംബന്ധിതമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ അവഗണിക്കരുത് എന്നുള്ളതാണ് എനിക്ക് എല്ലാവർക്കും നൽകാനുള്ള സന്ദേശം. നന്ദി ഡോക്ടർ, ഇത്രയും നേരം വിവരങ്ങൾ പങ്കുവച്ചതിന്. ഭയമല്ല, ജാഗ്രതയാണ് പ്രധാനം. കൃത്യമായ പരിശോധനകളുടെ മൈലോമയെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ കീഴടക്കാനാകും. നന്ദി.